പ്രിയ സ്നേഹിതരെ, ക്രിസ്തു സ്വയം വിശേഷിപ്പിച്ചത് വാതിലെന്ന. അയോഗ്യരെന്ന് സ്വയം പരിതപിച്ച് പിന്മാറി നിൽക്കുന്ന മനുഷ്യർക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ തുറന്നു കൊടുത്ത വാതിലാണവൻ. ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ കെട്ടിയുയർത്തപ്പെട്ട തടസ്സങ്ങളൊക്കെ തകർക്കുവാൻ കടന്നു വന്നവൻ. കാൽവരിയിൽ അവൻ മരിച്ച നിമിഷം ദൈവമാനവരാശിന് മുമ്പ് വെളിപ്പെടുത്തിയ പരമസത്യം അതുതന്നെയാണ്. ജെറുസലേം ദേവാലയ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം സർവരുടെയും മുമ്പിൽ അനാവൃതനായിരിക്കുന്നു എന്ന് തന്നെ. യഹൂദമതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അപ്രാപ്യന ഒരു പരാശക്തിയാണ്. യഹോവയുടെ അടുത്ത് വരാനല്ല, അകന്നു മാറി നിൽക്കുവാനാണ് അതെപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത്. ജെറുസലേം ദേവാലയ നിർമ്മിതി തന്നെ അത്തരമൊരു വിശ്വാസത്തിന് അടിത്തറയില്ല. പാപികളും സ്ത്രീകളും വിജാതീയരുമൊക്കെ അകന്നു നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആത്മീയ പരിസരമാണ് അതിനുള്ളത്. ബലിയർപ്പിക്കുവാൻ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്ന പുരോഹിതന്മാർക്ക് പോലും വിഭജന രേഖയുണ്ട്. ദേവാലയത്തിൽ തന്നെ 2 തരം സ്ഥലം. വിശുദ്ധ സ്ഥലം എന്നറിയപ്പെടുന്നിടത്ത പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരിടമുണ്ട്, മോസ്റ്റ് ഹോളി പ്ലേസ്, പരമവിശുദ്ധമായ ഇടം. മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം, പാപപരിഹാര ദിവസത്തിൽ മാത്രം ബലിയർപ്പിക്കുവാൻ വേണ്ടി പ്രവേശിക്കാൻ അനുവാദമുള്ളിടം. അവിടെയാണ് മഹാതിരശ്ശീല മറയായി ഇങ്ങനെ നീണ്ടുകിടക്കുന്നത്. ദൂരെ നിൽക്കണം, ആരും അടുത്തു വരുതെന്ന താക്കീതിൻ്റെ സ്വരമ ആ തിരശ്ശീലയ്ക്കുള്ളത്. കാൽവരിയിൽ ക്രിസ്തു മരിച്ചപ്പോൾ പരമവിശുദ്ധമായ ഈ തിരശ്ശീല നടുവെ കീറിപ്പോവുക ദൈവം എല്ലാവർക്കും പ്രാപ്യനാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ. മത്തായി സൂചിപ്പിക്കുന്നത് തിരശ്ശീല കീറിയത് മുകളിൽ നിന്നും താഴേക്കെന്ന. അതിൻ്റെ അർത്ഥം മുകളിൽ നിന്ന്, ഉന്നതങ്ങളിൽ നിന്ന് ദൈവം കരങ്ങളെ കീറിയെന്ന് തന്നെ. ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളിലേക്ക് നോക്കി സ്വയം ലജ്ജിക്കാറില്ലേ? തെറ്റിപ്പോയ വാഗ്ദാനങ്ങൾ, കഠിനമായ വാക്കുകൾ, കരുണ പറ്റിയ പ്രവൃത്തികൾ, അവിശ്വസ്തകളൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ അയോഗ്യരെന്ന വേദനയിൽ അപകർഷതാബോധത്തിൻ്റെ പടുകുടിയിലേക്ക് വീണു പോകാറില്ലേ? ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദൈവത്തിന് അകന്നു മാറിയ മനുഷ്യരെ അണച്ചു പിടിക്കുവാൻ വന്നവരാണ് ക്രിസ്തു. ജനനം കൊണ്ടോ പാപം കൊണ്ടോ ജീവിത സാഹചര്യം കൊണ്ടോ ഇനി ഭയന്ന് പിന്മാറേണ്ടതില്ല. നമുക്ക് വേണ്ടി രക്ഷയുടെ വാതിൽ ക്രിസ്തു തുറന്നു തന്നിരിക്കുന്നു. അവൻ തുറന്നിട്ട വാതില, മറച്ചു പിടിക്കുന്ന തിരശ്ശീലയല്ല. കാൽവരിയിൽ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് പുത്രൻ സങ്കടപ്പെട്ടപ്പോൾ നിശബ്ദനായ ദൈവം മരണത്തിലേക്ക് ആ പുത്രൻ മേപൂട്ടിയപ്പോൾ ഉദാത്തമായ മറുപടി മാനവരാശി കൊടുക്കുകയാണ്. തിരശ്ശീല കീറുന്നതിലൂടെ വാക്കുകൾക്കതീതമായി അവൻ പറയുകയാണ്, എൻ്റെ മകൻ്റെ ബലിയുടെ മഹിമയിൽ ഇനി ആർക്കും വേർതിരിവുകളില്ലാതെ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ആമേൻ.